ഇപ്പോൾ കോൺഗ്രസ് ലക്ഷ്യമിട്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ അമ്മയാണ്. നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിക്കുന്നത് തുടരുകയാണ്. എന്തായാലും അതിനെതിരെ ഇപ്പോൾ ബീഹാർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ നാട്ടും പ്രദേശങ്ങളിലൊക്കെ ഒരു രീതിയുണ്ട്. അവിടെയൊക്കെ ഉള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് കലഹവും സൗന്ദര്യപ്പണക്കവും അതിരുതർക്കവും ഇങ്ങനെയൊക്കെയുള്ളതുണ്ടാകും. അത് ചിലപ്പോൾ അതിൻ്റെ ഒരു മൂർധന്യത്തിൽ അങ്ങ് എത്തും. അങ്ങനെ മൂർധന്യത്തിലെത്തുമ്പോൾ അവനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അറ്റകൈ അവസാനത്തെ പ്രയോഗം നടത്തുന്ന എന്താണെന്നറിയാമോ? അവൻ്റെ കുടുംബത്തെ അടക്കം അങ്ങ് ചീത്ത വിളിക്കാൻ തുടങ്ങും. ദേഹോപദ്രവമല്ല, ചീത്ത വിളി. വളരെ മോശമായിട്ടുള്ള പദപ്രയോഗമൊക്കെ നടത്തി ചീത്ത വിളിച്ച ഒരാളെ താഴ്ത്താൻ ശ്രമിക്കും. ഇത് നാട്ടും പ്രദേശത്തെ ഒരു രീതിയാണ്. ഇപ്പം രാഹുൽ ഗാന്ധി അതാണ് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി എല്ലാ തരത്തിലുള്ള പ്രയത്നവും നടത്തി നോക്കിയതാണ്. ഏറ്റവും അവസാനം കൊണ്ടുവന്നത് വോട്ട് കൊള്ളാമെന്നും പറഞ്ഞ് അല്ലേ? ഇപ്പം അതിൻ്റെ പേരിൽ യാത്ര നടത്തുന്നു, അതിലൂടെ ബീഹാർ പിടിച്ചെടുക്കാം എന്നൊക്കെയുള്ള കണക്ക് കൂട്ടലാണ്. അങ്ങനെ വന്നിട്ടാണ് ഏറ്റവും അവസാനം വന്ന് നരേന്ദ്രമോദിയെയും അമ്മയെയും അല്ലേ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റ്, വീഡിയോ ഇതൊക്കെ ഇടുകയാണ്. നമുക്കറിയാം, മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ചായക്കടക്കാരൻ. അത് ഏറെ നാൾ നിന്നില്ലേ? ഇതെല്ലാം മോദിക്ക് മൈലേജ് കൂട്ടിയിട്ടുള്ളൂ. ഇതൊക്കെ ഒരു തരം താണ രീതിയാണ്. രാഹുൽ ഗാന്ധി ഒന്നുമല്ലെങ്കിൽ ആലോചിക്കണം, താൻ രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ് എന്നുള്ള കാര്യം. പ്രധാനമന്ത്രിക്ക് ഇക്വലൻ്റായിട്ട് നിൽക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ. കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത് അതിന്റെ ഭാഗമായി ഈ സോണിയാഗാന്ധി BJP അധിക്ഷേപിച്ചു എന്നാണ്. സോണിയാഗാന്ധി ഒരു രാഷ്ട്രീയക്കാരിയാണ്. രാഷ്ട്രീയക്കാരെ അമിതമായി വിമർശിക്കല്ലേ, വ്യക്തിപരമായല്ല, വിമർശനത്തിന് അവർ അർഹരാണ്. അത് ഇതിനകത്ത് ഈ ആരോഗ്യകരമായ വിമർശനമാകണമെന്നുള്ളത്. ഈ കുടുംബത്തെ ആക്ഷേപിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളല്ല ഇതിനകത്ത് വരേണ്ടത്. ഇപ്പം നരേന്ദ്രമോദി മുമ്പോട്ട് കൊണ്ടിരുന്ന ആശയങ്ങളും BJP കൊണ്ടിരുന്ന ആശയങ്ങളും എതിർപ്പുണ്ട്. അത്തരത്തിലുള്ള ഏറ്റുമുട്ടലാണ് നടത്തേണ്ടത്. അല്ലാതെ ഉടനെ കുടുംബത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വർത്തമാനമാണ് പറയുന്നത്. അത് വളരെ നീചമായ നികൃഷ്ടമായ രീതിയാണ്. ഒരിക്കൽ ഓർക്കുന്നില്ലേ, പിണറായി വിജയൻ്റെ വീട്ടുകാരെ മുഴുവൻ നിയമസഭയിൽ മകളും മറ്റും അഴിമതി ആരോപണം കാര്യത്തിൽ എടുത്തു കാട്ടി. ആരായിരുന്നു? കുഴൽനാടനും മറ്റുമൊക്കെ. ഉടനെ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് എന്താണ് പറഞ്ഞത്? പിണറായി വിജയൻ, സർ, ഈ കൈകൾ ശുദ്ധമാണ്, വീട്ടിലിരിക്കുന്നവരെയാണോ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വലിയ ആക്രോശിക്കുകയുണ്ടായി. അപ്പൊ അത് രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പണ്ട് VS അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടിയുടെ മകളെ കുറിച്ചും അവരുടെ കുടുംബത്തെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അല്ല, അത്തരത്തിലുള്ള ആക്ഷേപങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. അതല്ലല്ലോ വേണ്ടത്. ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ ഏറ്റുമുട്ടൽ നടത്തണം. ഈ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും അറിയത്തില്ല താൻ ഒരു പ്രതിപക്ഷ നേതാവാണെന്നും പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്നുള്ളത് പോലും അദ്ദേഹത്തിന് അറിയത്തില്ല. ഒരു ബില്ല് പോലും കൃത്യമായി പഠിക്കുന്നില്ലല്ലോ. ഇത് ഈ പ്രധാനമന്ത്രി എല്ലാ കാര്യങ്ങളിലും വിമർശനം ഉണ്ടാക്കിയിട്ടുണ്ട്. വിമർശനം എന്ന് പറഞ്ഞാൽ തരം താണ രീതിയിൽ. ഇപ്പം നോക്കിക്കുക, പ്രധാനമന്ത്രി ആദ്യകാലത്ത് 14 അധികാരത്തിൽ വന്ന് പിന്നീട് ഇങ്ങോട്ടുള്ള നാളുകളിൽ ആ മൻ കി ബാത്തിനെയൊക്കെ വിമർശിക്കാൻ തുടങ്ങി. വിമർശിക്കുക എന്ന് പറഞ്ഞാൽ തരം താണ തരത്തിലുള്ള വിമർശനം. പിന്നെ അതൊരു രക്ഷയുമില്ല എന്ന് മനസ്സിലാക്കി. കാരണം മൻ കി ബാത്തിന് ജനകീയത കൂടി. ഇപ്പം 125 ലക്ഷത്തോളം ആയിക്കഴിഞ്ഞു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച. അപ്പോൾ അതിൻ്റെ മൈലേജ് അങ്ങ് മാറി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മറ്റ് ചില കാര്യങ്ങളിലേക്കായി. ഇപ്പം ഏറ്റവും അവസാനം മുമ്പ് കണ്ടത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ. അതിലെന്തായിരുന്നു നടത്തിയത്? രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയിലുള്ള ആളാണ് ശശി തരൂർ. ശശി തരൂരിൻ്റെ നേതൃത്വത്തിലാണ് വിദേശത്തേക്ക് സംഘം പോയത്. അദ്ദേഹം അവിടെ പോയി കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP സർക്കാരും നേടിയെടുത്ത ഒരു മൈലേജ് ഏതെങ്കിലും തരത്തിൽ തകർക്കണമെന്നും പറഞ്ഞ് രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന വിദേശത്തുള്ള ഈ ശക്തികളുമായിട്ട് രാഹുൽ ഗാന്ധി കൂട്ടുകൂടാൻ തുടങ്ങുന്നു. അത്തരത്തിൽ ഏറ്റുമുട്ടാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഇതാ ഇവിടെ വന്നിട്ട് എന്താണ് ഈ വീഡിയോ
എന്താണ് അമ്മ വന്ന് പറയുന്നു അല്ലേ, എന്നെ ഉപയോഗിക്കരുത് വോട്ട് തേടാനെന്നുള്ള രീതിയിൽ. ഇതൊക്കെ വളരെ തരംതാണ രീതിയാണെന്ന്. രാഹുൽ ഗാന്ധിക്ക് ഉത്തരവാദിത്തങ്ങളോടെ അഭിമുഖീകരിച്ച് അതിനെ നേരിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനൊന്നും കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ പരാജയമാണ്. ഒരു കാര്യം രാഹുൽ ഗാന്ധി മനസ്സിലാക്കണം, രാജ്യത്ത് നമ്മുടെ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ മുൻകാല പ്രതിപക്ഷ നേതാക്കന്മാരെ പറ്റി പഠിക്കണം. ഒരിക്കൽ ശശി തരൂർ പറഞ്ഞ കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയമോ ചരിത്രമോ അറിയില്ല, അത് പഠിക്കണം എന്ന് പറഞ്ഞു. അത് ശരിയാണത്. ശശി തരൂരിന് ഈ വക കാര്യങ്ങളിൽ ബോധമുണ്ട്. രാഷ്ട്രീയത്തിൽ അങ്ങ് ഇവിടുത്തെ മറ്റ് ഉപരിപ്ലവമായിട്ടുള്ള ചില കാര്യങ്ങളിലല്ല, രാഷ്ട്രീയത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാം, ചരിത്രവും അറിയാം. ഇത് രാഹുൽ ഗാന്ധിക്ക് അറിയത്തില്ല എന്നുള്ളതാണ്. 2019 പരാജയപ്പെട്ടപ്പോൾ ആ പരാജയം ഇവിടെ നിന്നുകൊണ്ട് തൻ്റെ ഇടത്തോടുകൂടി ഫേസ് ചെയ്യാതെ ഉടനെ എനിക്കിതൊന്നും പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഇതെല്ലാം കൂടി ഇട്ടെറിഞ്ഞിട്ട് വിദേശത്തേക്ക് പോയില്ലേ. അധ്യക്ഷ പദവിയിൽ നിന്ന് തന്നെ പോലും ഇറങ്ങി വിദേശത്തേക്ക് പോയി. 2019 വലിയ പ്രതീക്ഷയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. 24 ആ പ്രതീക്ഷ വെച്ച് പുലർത്തി. അതിനാണല്ലോ ഇന്ത്യ മുന്നണി കൊണ്ടുവന്നത്. ഇന്ത്യ മുന്നണി എന്തായി? ഈ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രവർത്തികൾ കാരണം, പക്വതയില്ലാത്ത ഈ തരത്തിലുള്ള പ്രവർത്തികൾ കാരണം ഇന്ത്യ മുന്നണിയിലെ പലരും, ഇപ്പം അരവിന്ദ് കേജ്രിവാളിനെ പോലുള്ളവർക്ക് രാഹുൽ ഗാന്ധിയുടെ ഒരു അധീനതയിൽ നിന്ന് നിൽക്കാൻ കഴിയത്തില്ല. മമതാ ബാനർജിക്ക് പറ്റുമോ? പറ്റില്ല. അപ്പം അത്തരത്തിൽ മുമ്പോട്ട് പോകുന്ന രാഹുൽ ഗാന്ധി ഇനിയും ഈ തരം താണ പ്രവർത്തികളിലേക്ക് പോകുമെന്നുള്ളതാണ്. കാരണം ഈ അവസാനം ഈ ഒരുതരം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു സംസ്കാരമില്ലാത്ത സംസാരം ചില നാട്ടിൻ പുറത്തെ കലഹങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ബീഹാറിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ വക്കിൽ നിൽക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമല്ലോ. ഇവർക്ക് തന്നെ അതിന് തിരിച്ചടി കിട്ടും. രാഹുൽ ഗാന്ധിക്ക് തന്നെ ഇതൊരു പക്വതയുള്ള രീതിയല്ല. പിന്നെ എന്താണെന്നറിയാമോ, ബീഹാറിൽ ഇത്തരത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളിൽ അതങ്ങ് എത്തും എന്നുള്ളതാണ്. ഇപ്പം രാഹുൽ ഗാന്ധി അവിടെ ഈ വോട്ട് കൊള്ള എന്നുള്ള രീതിയിൽ പ്രചാരണം നടത്തുമ്പോൾ നരേന്ദ്രമോദി അവിടെ വലിയ പദ്ധതികളുമായിട്ടാണ് ബീഹാറിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ കാണുകയല്ലേ, രാജ്യത്തിൻ്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അല്ലേ, മിസോറാം, അവിടെ റെയിൽവേ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതൊക്കെ വലിയൊരു കുതിപ്പിലേക്കല്ലേ കാര്യങ്ങൾ മാറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രാഹുൽ ഗാന്ധി ഉപയോഗിക്കുന്ന, അതാണ് ഞാൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധി മുൻകാലത്തെ പ്രതിപക്ഷ നേതാക്കന്മാരുടെ ചരിത്രം വായിച്ചറിയണം. ഇപ്പം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, AK ഗോപാലൻ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു അവിടെ അങ്ങനെ കാതോർത്തിരിക്കും. AK ഗോപാലൻ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ പിന്നെ എന്തിന് ഇപ്പോൾ നരേന്ദ്രമോദി പോലും ഈ പ്രതിപക്ഷത്തുള്ള ചിലർ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ, തരൂരോ അല്ലെന്നുണ്ടെങ്കിൽ RSPയിലെ പ്രേമചന്ദ്രൻ എഴുന്നേൽക്കുമ്പോഴും ഒക്കെ കേൾക്കാൻ അത് കാര്യം, അതിനകത്ത് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയിൽ നിന്ന് അത്തരത്തിലുള്ള ഒന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ വലിയ ഒരു പരാജയത്തിലേക്ക് വീണ്ടും കൂപ്പുകുത്തി പോകുന്നു എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഈ അരിശം തീർക്കണമല്ലോ, അതിൻ്റെ ഒരു ഭാഗമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഇതൊക്കെ ഇവരുടെ ഒരു സംഭവങ്ങൾ കൃത്യമായി ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ BJPക്ക് കഴിയുന്നുണ്ടല്ലേ? BJPക്ക് കഴിയുന്നുണ്ട്. കാരണം ഇതെല്ലാം അവരെ അനുകൂലമാക്കി മാറ്റും. ഇപ്പം ചായക്കടക്കാരൻ പറഞ്ഞപ്പോൾ എന്താ പറ്റിയത്? എന്താ ചായക്കടക്കാരൻ്റെ മകൻ എന്താണ് ഈ പ്രധാനമന്ത്രിയായാലും എന്താ കുഴപ്പം? നെഹ്റു കുടുംബത്തിന് മാത്രമേ അവർക്ക് കുത്തകയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് വലിയ തിരിച്ചടിയല്ലേ അവർക്കുണ്ടാക്കിയത്? ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും, കാരണം ആ പഴയ ഒരു രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇതിവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ബീഹാറിലും അവർക്ക് ഒരു ഗതി വരാത്ത രീതിയിൽ കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് തെളിഞ്ഞു വരുന്നത്. അതുകൊണ്ടുള്ള അരിശം കൂടിയാണ് ഇവിടെ പ്രകടമാകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.